ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. وأنفقوا مما رزقناكم, ഞാൻ നിങ്ങൾക്ക് തന്ന സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ചോളൂ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. ഖുർആനിൽ ഇൻഫാഖ് ചെലവഴിക്കുക എന്ന് പറഞ്ഞ പ്രയോഗം സ്വതക്ക നൽകുക എന്നാണ് അർത്ഥം കേട്ടോ. വഅൻഫിഖു അല്ലദീന യുൻഫിഖൂന, ചിലരെങ്കിലും അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്, സ്പെൻഡ് ചെയ്യുക, കൂടുതൽ സ്പെൻഡ് ചെയ്യാനാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ അടിച്ചു പൊളിക്കുക, അങ്ങനെ ചെലവാക്കിക്കോളൂ, പൈസ പിടിച്ചു നിർത്തണ്ട, അതല്ല. ഖുർആനിന്റെ ആ പ്രയോഗം എന്താണ്? ദാനം ചെയ്യുക, അല്ലാഹുവിന് തൃപ്തിയുള്ള വഴിയിൽ ചെലവഴിക്കുക എന്നാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിച്ചോളൂ. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിന്റെ മുമ്പ്. ഫയഖൂല, മരണം ആസന്നമാകുമ്പോൾ പറയും, റബ്ബി, എന്റെ റബ്ബേ, ലൗലാ അഖർതനി. മനുഷ്യൻ കൊതിച്ചു പോകുന്ന ഈ ഖൗലിന് പറയുമെന്ന അർത്ഥമില്ല, മനസ്സിൽ ആഗ്രഹമായി പോകും. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, വളരെ കുറഞ്ഞ സമയം, അജലുൻ ഖരീബ്, വളരെ കുറഞ്ഞ അടുത്ത ഒരു സമയം വരെ അല്ലാഹു, ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ, ഒരല്പനേരം എന്നെ പിന്തിച്ചു തരുമോ? ഫസ്വദ്ദഖ, എനിക്ക് സ്വതക്ക ചെയ്യാൻ പറ്റിയേക്കും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഗതി ഏതാ? കുട്ടികളെ, ഇതാ വാപ്പാന്റെ പൈസ ഇത്ര കൊടുത്തേക്കിട്ട പള്ളിക്ക്, ആ പാവപ്പെട്ടവർക്ക്, നമ്മുടെ അയൽവാസിക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, ഇതാ എന്റെ സംഖ്യ ഇത്ര സ്വതക്കയാണ് എന്ന് വാപ്പാക്ക് പറഞ്ഞാൽ മതി. കൊടുക്കൽ പിന്നെ മക്കൾ കൊടുത്തോളൂ. ആ പറയാനുള്ളൊരു സമയം തരുമോ പടച്ചോനെ എന്ന് മനുഷ്യൻ കൊതിച്ചു പോകും. എന്നാ ഇത് പറയാനുള്ള നേരമില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എന്റെ സ്വതക്ക ഞാൻ കൊടുക്കട്ടെ എന്ന് ഇയാൾ പറഞ്ഞേക്കും. പക്ഷെ കൊതി വന്നു പോകും. മരണം ഇങ്ങനെ ശരീരത്തിലേക്ക് ആയിക്കഴിഞ്ഞു, മിണ്ടാൻ പറ്റണില്ല. എന്തൊരവസ്ഥയായിരിക്കും ഇതിലെ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ കാണുന്നുണ്ടെന്ന് മുമ്പിലുള്ള ആളുകൾ അറിയുന്നില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവരറിയുന്നില്ല ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. വല്ലാത്തൊരവസ്ഥയായിരിക്കും. കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്, കടത്തുന്നുണ്ട്, ഒരു പലതും സംസാരിക്കുന്നുണ്ട്. ഈ എപ്പോഴും നിരന്തരം മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് അങ്ങനെ ഒരു അസുഖം വരാറുണ്ട്. എങ്ങനെ? അവർക്ക് അതിന്റെ ഹുർമത്ത് നഷ്ടപ്പെടും. വർത്താനം പറയണം, കൂളായിട്ട് ഖബറിലേക്ക് മയ്യത്തിനെടുത്ത് വെക്കുമ്പോൾ ഖബർ കുഴിക്കുന്ന സമയത്ത് തമാശ പറയുന്ന ആൾക്കാരുണ്ട്. തമാശ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അത് ശീലായിപ്പോയി. തൊട്ടപ്പുറത്ത് മയ്യത്തുണ്ടായിരിക്കും, പരിസരത്ത് മയ്യത്തുകൾ കിടക്കുന്നുണ്ട്. ഈ ഖബർ കുഴിക്കുന്ന നേരത്ത് നിരന്തരം ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കൺടെംപ്റ്റ് ഒക്കെ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ ഒരു ഹുർമത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ ആവരുതെന്നാണ്. അത് പാഠം ഉൾക്കൊള്ളേണ്ട സമയമാണ്, അർത്ഥം ഉൾക്കൊള്ളേണ്ട സമയമാണ്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകുൻ മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുപോകും റബ്ബേ. സ്വതക്ക ചെയ്താൽ സ്വാലിഹായി പോകുന്ന, അതാണ് സ്വതക്ക ചെയ്യുന്നവർ സ്വാലിഹീങ്ങളാണ്. ഇവിടെ ഒരുപാട് പ്രൊജക്ടുകൾക്ക് വേണ്ടി സഹായിച്ച ആളുകളുണ്ട് അല്ലേ. ഇവിടെ പാണക്കാട് പ്രൊജക്ട് നമ്മുടെ മുസ്തഫ ഉദവി ആക്കോട് കൂടെ വന്നിരുന്നു. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾ നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ നിരന്തരം കൈയഴിഞ്ഞു കൊടുക്കുന്ന ഒരുപാട് മുതലാളിമാരുണ്ട്. അള്ളാഹു അവരിൽ നിന്നൊക്കെ ഇത് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടൊക്കെ അവരെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ചേർക്കുമാറാകട്ടെ. അതൊക്കെ മരണത്തിന് മുമ്പേ ചെയ്ത് തീർക്കേണ്ട വിഷയങ്ങളാണ്. മരണത്തിന്റെ സമയം ആസന്നമായാൽ അള്ളാഹു ആരെയും പിന്തിക്കൂല. ഒരാളെ പിന്തിക്കുന്നുണ്ട്. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. മരണമാസന്നമായിട്ട് ഇയാളെ വിടണോ ഇപ്പൊ വേണ്ട എന്ന് മലക്ക് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. അത് ദീർഘമായ ഹദീസിൽ 10-15ഓളം ആളുകളുടെ അനുഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നത്, സ്വപ്ന ദർശനം ഉണ്ടായത്, തങ്ങൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഹദീസ് നമ്മൾ ചർച്ച ചെയ്യുന്നു. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു ആരെയും പിന്തിക്കുന്നില്ല. സമയം നമ്മൾ ഓൺ ടൈം ആണ്. ഓൺ ടൈം ഓടുന്ന വണ്ടിയാ മനുഷ്യൻ്റെത്. സമയമായാൽ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. വേറെ മക്കൾ ജനിക്കാനുണ്ട്, വളരാനുണ്ട്, അവർക്ക് ഇവിടെ സ്പേസ് വേണം. അതുകൊണ്ട് വെക്കേറ്റ്സ് ഒഴിവാക്കി കൊടുത്തേക്കണം. പുതിയ ആൾ വരണം ഇവിടെ. എല്ലാവരും ഇവിടെ തന്നെ മരിക്കാതെന്നാ എന്ത് ചെയ്യും? അതുകൊണ്ട് സമയമായാൽ പോകേണ്ടവരാണ്, പിന്നാരെയും പിന്തിക്കൂല അല്ലെ. അങ്ങനെയാണ് ചില ബസ്സൊക്കെ കണ്ടില്ലേ, അതിന്റെ സ്റ്റോപ്പിൽ നിന്ന് ടയറങ്ങ് മൂവ് ചെയ്ത് തുടങ്ങിയ പിന്നെ എത്ര ഓടി വന്നിട്ടും കാര്യമില്ല, ഡ്രൈവർ നിർത്തൂല. ടൈം കഴിഞ്ഞു പോവാണ്. എനിക്ക് മരണത്തെ അങ്ങനെ ഓർമ്മ വരും. റബ്ബേ, ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല, ബസ് വരെ നിർത്തണില്ല, പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ നിർത്തുക? സുബ്ഹാനല്ലാഹ്. ഫഅസ്വദ്ദഖ വഅകുൻ മിനസ് സ്വാലിഹീൻ.
ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون ونفخ في السور സൂറ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നു. ഊതുന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം സറഫയേൽ എന്നാണ് അറിയപ്പെടുക. ബൈബിൾ പുസ്തകങ്ങളൊക്കെ സറഫയേൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം. വനുഫിഖ ഫിസ്സൂർ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. സൂർ എന്നത് ഖർനുൻ ഒരു കൊമ്പാണ്. അതിന്റെ വലുപ്പം എത്രയാണ് അല്ലാഹുവിനെ അറിയുള്ളൂ. അതിന്റെ രൂപം എന്താണ് അല്ലാഹുവിനെ അറിയൂ. അത് വായിലേക്ക് വെച്ച് ചേർത്ത് വെച്ച് ചുണ്ടുകളോട് ചേർത്ത് വെച്ച് നിൽക്കുന്നു ഇസ്രാഫീൽ അലൈഹിസ്സലാം. ചെവി കൊടുത്ത് അല്ലാഹു എപ്പോഴാണ് ഓർഡർ കൊടുക്കുന്നത് എന്ന കൃത്യമായി ഉറങ്ങാതെ അല്ലാഹുവിന്റെ കൽപ്പനയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഊതുക എന്ന് അല്ലാഹു പറഞ്ഞാൽ ആ ട്രംപറ്റ്, നമ്മുടെ ഭൂമിയിലെ ട്രംപറ്റിനോട് ഉപമിക്കരുത്. അത് കുട്ടികളൊക്കെ അങ്ങനെ ട്രംപറ്റ്, അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് ആലോചിച്ചു. ബ്ലോയിങ് ഇൻ ദ ട്രംപറ്റ്, നമ്മുടെ ഈ ട്രംപറ്റ് അല്ല, അല്ലാഹുവിന്റെ മലക്കിന് അല്ലാഹു നൽകിയ, അല്ലാഹുവിന്റെ മാത്രം അതിന്റെ അസ്ലും അതിന്റെ കുൻഹും എന്താണ് അതിന്റെ റിയാലിറ്റി എന്ന് ഇറ്റ്സ് ഓൺലി നോൺ ടു അല്ലാഹ്, നമുക്കറിയില്ല. ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അവരവരുടെ ശരീരങ്ങളിൽ നിന്ന്, അജ്ദാഥിൽ നിന്ന്, ഖബറുകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക്, യൻസിലൂൻ കൂട്ടമായി ഒഴുകി വരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നടക്കുകയാണ്. ഖാലൂ അവർ പറയും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, പടച്ചോനെ ഞങ്ങളുടെ നാശമേ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ ഈ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന്, ഇവിടെ നിന്ന് ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? ആരാണ് നമ്മൾ കിടന്നുറങ്ങിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചത്? മൻ ബഅസനാ മിൻ മർഖദിനാ, ആ എഴുന്നേൽക്കൽ അവർക്ക് മോശമാണെന്നറിയുന്നവരാണ്. അതുകൊണ്ട് അവർ പറയും, എന്റെ നാശമേ, എന്റെ നാശമേ, യാ വൈലന എന്നവർ പറയും. യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഇവിടെ നമ്മൾ എഴുന്നേൽപ്പിച്ചതാവോ എന്നവർ പറയും. കാരണം ഇങ്ങനൊരു എഴുന്നേൽപ്പില്ല എന്നാണല്ലോ ഞാൻ ഉറപ്പിച്ചത്, പിന്നെ ആരാണ് എഴുന്നേൽപ്പിച്ചത്? മലക്കുകൾ ഇങ്ങനെ മറുപടി പറയും. ഇവിടെ മലക്കുകളുടെ മറുപടി വരും, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് കാരുണ്യവാനായ അല്ലാഹു കരാർ ചെയ്തതാണ്, അല്ലാഹുവിന്റെ കരാറാണ്. വസദഖൽ മുർസലൂൻ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞതും സത്യമായിരുന്നുവല്ലോ. അവർ പറഞ്ഞില്ലേ മരണാനന്തരം ജീവിതമുണ്ടെന്ന്, അത് നടക്കാൻ പോവാണ്. അതൊക്കെ ശരിക്കും ലൈവായിട്ട് നടക്കണ പോലെ അല്ലാഹു ഇങ്ങനെ വിവരിക്കാൻ. നിങ്ങൾക്ക് അറബ് ഭാഷ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ, ഈ മലയാളത്തിൽ പറയണതല്ല ഇതിന്റെ ആശയം, അത് ശരിക്കും അറബിയിൽ തന്നെ ഉൾക്കൊള്ളണം. പിന്നെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അത് ആ ഖുർആന്റെ ഭാഷയുടെ ഒരു പ്രത്യേകത. ഇതേ ആശയം നമ്മൾ വേറെ അറബിയിൽ എഴുതി നോക്കി ഇങ്ങനെ ആവില്ല. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഇതേ ആശയം ഏത് ഭാഷയിൽ എഴുതിയാലും ആ ഇജാസ് നഷ്ടപ്പെടും. ആ വാക്ക്, അള്ളാഹു ആദ്യം പറഞ്ഞ അക്ഷരം, അവസാനം പറയുന്നത്, ഇതൊക്കെ ഭയങ്കരമായ ആശയം ശരിക്കും കംപ്രസ് ചെയ്യാണ് അതിന്റെ ഉള്ളിൽ. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് കാരുണ്യവാൻ കരാറു ചെയ്തതാണ്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, ഇത് മുമ്പ് പറഞ്ഞു തന്ന വിഷയമാണല്ലോ എന്ന് പ്രവാചകന്മാർ പറഞ്ഞു തന്ന വിഷയം സംഭവിച്ചിരിക്കുകയാണെന്ന് മാലാഖമാർ മറുപടി കൊടുക്കും. ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ ഒരു തജ്വീദിന്റെ ഒരു റൂൾ ഇവിടെ ഉണ്ട്. അതായത് യാസീൻ 52-ാമത്തെ ആയത്താണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, അതിന്റെ മേലെ ഒരു സീൻ കാണും, സക്ത, മേലെ ഒരു ഖാഫും ലാമും കൂടെ ബാക്കോട്ട് ഒരു യാവും. ഖിലേ എന്നാൽ അൽ വഖഫു ഔല എന്നതിന്റെ ഷോർട്ടാണ് ആ ഖാഫും ലാമും. അൽ വഖഫു ഔല, അതിന്റെ താഴെ സീനും. സക്ത, സക്ത എന്ന് പറഞ്ഞാൽ മിൻ മർഖദിനാ എന്ന് എത്തുന്നിടത്ത് ശ്വാസം വിടാതെ ഒന്ന് പോസ് ചെയ്യാം. എങ്ങനെ? قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن. ഒന്നുകിൽ അങ്ങനെ ഓതണം, അല്ലെങ്കിൽ അൽ വഖഫ് ഔല, അവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോ قالوا يا ويلنا من بعثنا من مرقدنا, ശ്വാസം വിടുക, എന്നിട്ട് ശ്വാസം എടുത്തിട്ട് هذا ما وعد الرحمن وصدق المرسلون, അങ്ങനെ ഓതുക. അങ്ങനെയാണ് ഓതേണ്ടത്. എങ്ങനെ ഓതിക്കൂടാ?
അത് പറയില്ല ഉസ്താദ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിപ്പോവും അല്ലേ. ഇങ്ങനെയാണ് ഓതേണ്ടത്, മനസ്സിലായല്ലോ. അവിടെ നിർത്തണം. ആരെയും ബാത്റൂം കുടുങ്ങി പോയിട്ടുണ്ടോ നോക്കി, ലോക്കായി പോയെങ്കിലും സംഭവിക്കും അങ്ങനെ ആണോ? ആ നോക്കി ബാത്റൂമിലെ കുടുങ്ങിയ എന്താ അവസ്ഥ? ഒരു ദിക്റോടെ ചൊല്ലാൻ പറ്റൂല, വെറുതെ ടൈം വേസ്റ്റ് ആവില്ലേ. صلاة جل صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.